നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാ കാലത്തും നമ്മുടെ സംസ്ഥാനത്ത് തർക്കഭൂമികളും അതുമായി ബന്ധപ്പെട്ട സമരങ്ങളും കോടതി കയറലുമെല്ലാം പതിവാണ്. അതുപോലെ ഒന്ന് പുതിയ സർക്കാർ അധികാരമേറ്റ ആദ്യ ദിവസങ്ങളിൽ തന്നെ ശ്രദ്ധാകേന്ദ്രമാവുകയാണ്. എറണാകുളത്തെ മലയിടംതുരത്ത് പരിയത്തുകാവ് കോളനിയിലെ കുടിയൊഴിപ്പിക്കൽ വിഷയമാണ് ഉദ്ദേശിച്ചത്. ഏതായാലും അവിടുത്തെ താമസക്കാർക്കൊപ്പമാണ് സർക്കാരെന്നും സർക്കാർ നേരിട്ട് കോടതിയിൽ ഇടപെടുമെന്നാണ് വാക്കുകൊടുക്കുന്നത്. കുടിയൊഴിപ്പിക്കൽ ഇന്ന് ഉണ്ടാവില്ലെന്നും ഉറപ്പു നൽകുന്നുണ്ട് മന്ത്രി റോജി എം ജോൺ. പാവങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് തെരുവിലിറക്കാൻ CPM ശ്രമിക്കുന്നുവെന്നാണ് ഭരണപക്ഷത്തിന്റെ ആരോപണം. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനുള്ളൊരു ശ്രമം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ടോ? അങ്ങനെയും ചില സംശയങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ വരുന്നുണ്ട്. അതിലേക്കൊക്കെ വരാം. ഒട്ടേറെ വാർത്തകളുള്ള ഒരു ദിവസമാണ്. കൂടുതൽ പറഞ്ഞ് ഞാൻ സമയം കളയുന്നില്ല. അതിലേക്കൊക്കെ പോവാം. അതിനു മുമ്പ് പ്രധാന തലക്കെട്ടുകളിലേക്ക്. എറണാകുളം മലയിടംതുരത്തിലെ ഭൂമി ഒഴിപ്പിക്കൽ പ്രശ്നത്തിൽ കുടുംബങ്ങൾക്ക് താൽക്കാലിക ആശ്വാസം. ഇന്ന് കുടിയൊഴിപ്പിക്കില്ല. സാവകാശം തേടി സർക്കാർ തിങ്കളാഴ്ച ഹൈക്കോടതിയെ സമീപിക്കും. സർക്കാർ നീക്കം ഇന്ന് തന്നെ കുടിയൊഴിപ്പിക്കണമെന്ന പെരുമ്പാവൂർ മുനിസിപ്പൽ കോടതിയുടെ നിർദ്ദേശം നിലനിൽക്കെ അഭിഭാഷക കമ്മീഷൻ ഇന്ന് സ്ഥലത്തെത്തും. മുഖ്യമന്ത്രിയായ ശേഷം VD സതീശൻ ഇന്ന് ഡൽഹിയിൽ. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, ഖാർഗെ ഉൾപ്പെടെ മുതിർന്ന നേതാക്കളുമായി കൂടിക്കാഴ്ച. KPCC അധ്യക്ഷ പദവിയിൽ നിലപാടറിയിക്കും. മുഖ്യമന്ത്രിക്ക് ഉജ്ജ്വല സ്വീകരണമൊരുക്കി വിദ്യാർത്ഥികൾ. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിൽ ഉന്നതതല പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്ന്. KSRTCയിൽ വനിതകൾക്കായുള്ള സൗജന്യ യാത്ര ചർച്ച ചെയ്യാൻ ഇന്ന് നിർണായക ചർച്ച. ഗതാഗത സെക്രട്ടറിയും MDയും ഇന്ന് മന്ത്രി CP ജോണിനെ കാണും. സംസ്ഥാനത്ത് ഇന്നും കനത്ത മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. മധ്യ വടക്കൻ ജില്ലകളിൽ മഴ ശക്തമാകും. 5 ജില്ലകളിൽ യെല്ലോ അലർട്ട്. 50 കിലോമീറ്റർ വേഗതയിൽ കാറ്റിന് സാധ്യത. 26 വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ന് ഇന്ത്യയിൽ. 4 ദിവസത്തെ സന്ദർശനത്തിൽ US വ്യാപാര കരാർ, പശ്ചിമേഷ്യൻ സംഘർഷം അടക്കമുള്ളവ ചർച്ചയാവും. ഇന്ന് മോദിയുമായി കൂടിക്കാഴ്ച. ക്വാഡ് വിദേശകാര്യ മന്ത്രി തല ചർച്ചയിലും പങ്കെടുക്കും. US നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ തുളസി ഗബാർഡ് രാജിവെച്ചു. ട്രംപുമായി ഭിന്നതയെന്ന് സൂചന. IPLൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ 55 റൺസിന് തകർത്ത് സൺറൈസേഴ്സ് ഹൈദരാബാദ്. ഇഷാൻ കിഷനും ഹെൻറിച്ച് ക്ലാഷിനും അഭിഷേക് ശർമ്മയ്ക്കും അർദ്ധ സെഞ്ചുറി. ലക്നൌ സൂപ്പർ ജെയിൻസ് പഞ്ചാബ് കിങ്സിനെ നേരിടും. മലയിടംതുരത്തിലെ ഭൂമി ഒഴിപ്പിക്കൽ വിഷയത്തിലേക്ക് തന്നെയാണ് ഗുഡ് മോർണിംഗ് കേരളം കിടക്കുന്നത്. ഈ പ്രശ്നത്തിൽ താൽക്കാലിക ആശ്വാസമായിരിക്കുകയാണ്. ഇന്ന് കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കില്ല. മന്ത്രി റോജി എം ജോണിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിലാണ് ഈ തീരുമാനം. ഭൂമി വിഷയത്തിൽ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ. അതേസമയം സർക്കാരിന്റെ വാക്കുകൾ വിശ്വാസത്തിലെടുക്കുന്നില്ലെന്നും പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്നും സമരസമിതി അംഗവും മുൻ MLAയുമായ PV ശ്രീനിജൻ പറഞ്ഞു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പോകുമെന്ന് പറഞ്ഞതിനെ സ്വാഗതം ചെയ്യുകയാണ്. പക്ഷെ 1-2 പോയിന്റുകൾ അതിനൊരു ക്ലാരിറ്റി വരേണ്ടതായിട്ടുണ്ടെന്നാണ് ഞാൻ മന്ത്രിയുടെ പ്രസ്താവന കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അതിൽ ഒന്നാമത്തെ പോയിന്റ്, നാളെ അഭിഭാഷക കമ്മീഷൻ വരും. കമ്മീഷൻ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലല്ല. ഒരു ബഹുമാനപ്പെട്ട മുനിസിപ്പൽ കോടതിയുടെ കൃത്യമായിട്ടുള്ളൊരു ഉത്തരവുണ്ട്. പോലീസിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ആ കോടതിക്ക് മുകളിലാണോ ഒരു മന്ത്രിയുടെ പ്രസ്താവന എന്ന് എനിക്ക് മലയിടംതുരത്തിലെ താമസക്കാരുമായിട്ട് വളരെ ദീർഘനേരം എല്ലാ കാര്യങ്ങളും സംസാരിച്ചു. അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ അവരോടൊപ്പമുണ്ട് എന്നുള്ള കാര്യം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഈ കേസിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറേയധികം പ്രശ്നങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഉണ്ടായിട്ടുണ്ട് എന്ന് അവർ ചൂണ്ടിക്കാണിച്ചു. അതോടൊപ്പം അവരുടെ വക്കീലൂടെയുണ്ട്. അപ്പോൾ കേസിൻ്റെ നടത്തിപ്പിൽ തന്നെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ വിഷയം എത്രയോ പതിറ്റാണ്ടുകളായി നടക്കുന്ന ഈ കേസിൽ ഞങ്ങൾ സർക്കാർ പറഞ്ഞിരിക്കുന്നത്, സർക്കാർ അവർക്ക് കൊടുത്തിരിക്കുന്ന ഉറപ്പ്, ഗവൺമെൻറ് തന്നെ നേരിട്ട് ഹൈക്കോടതിയിൽ തിങ്കളാഴ്ച ഈ കേസ് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. AGക്ക് അതിനാവശ്യമായിട്ടുള്ള ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്.
ഹൈക്കോടതിയിൽ ഗവൺമെൻറ് ഇവർക്ക് വേണ്ടി സർക്കാരിന് ഇതിനകത്ത് ബോധിപ്പിക്കാനുള്ള ഈ വിഷയത്തിൽ ഗവൺമെൻറ്റിന് ബോധിപ്പിക്കാനുള്ള കാര്യങ്ങൾ ബോധിപ്പിക്കുന്നതിന് വേണ്ടി കോടതിയെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നടത്തും. കൂടുതൽ വിവരങ്ങളുമായി കിരൺ കുമാർ ചേരുകയാണ്. കിരൺ, ഈ മലയിടംതുരത്തിലെ വിഷയം ഇന്നിപ്പോൾ എന്തായാലും ഒഴിപ്പിക്കൽ ഉണ്ടാവില്ല എന്ന് മന്ത്രി പറഞ്ഞതെന്നും വ്യക്തമാണ്. ഇനിയിപ്പോൾ സർക്കാർ ഈ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? മായ, ഇന്നലെയായിരുന്നു മന്ത്രി റോജി എം ജോണിൻ്റെ നേതൃത്വത്തിൽ ഇരുകൂട്ടരുമായിട്ട് ചർച്ച നടത്തിയത്. അതായത് ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഉന്നയിച്ചു വരുന്ന വാദിഭാഗവും ഒപ്പം തന്നെ ഇവിടെ കാലങ്ങളായി താമസിച്ചു വരുന്ന 8 കുടുംബങ്ങളുമായിട്ട് ചർച്ച നടത്തിയിരുന്നു. ഈ ചർച്ചയ്ക്ക് ശേഷമാണ് റോജി എം ജോണ് സർക്കാരിൻ്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ജനങ്ങൾക്കൊപ്പം, അതായത് ഈ പാര്യത്തുകാവ് നിലവിൽ താമസിക്കുന്ന 8 കുടുംബങ്ങൾക്കും ഒപ്പമാണ് സർക്കാർ എന്നുള്ളൊരു ഉറപ്പ് തന്നെയാണ് റോജി എം ജോണ് നൽകിയിരിക്കുന്നത്. മാത്രവുമല്ല, ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള നിയമ നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകും എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കിയുണ്ടായിരുന്നു. ഈ വിഷയത്തിൽ ആദ്യമായിട്ടാണ് സർക്കാരിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നത്. പുതിയ സർക്കാർ അധികാരമേറ്റതിന് ശേഷം ആദ്യമായിട്ടാണ് ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാകുന്നത്. എന്നാൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ എല്ലാം തന്നെ ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. ഈ വീഴ്ചകളൊക്കെ പരിഹരിച്ചുകൊണ്ട് കോടതിയിൽ ഈ വിഷയം കൃത്യമായി ഉന്നയിച്ചുകൊണ്ട് ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി നേടിയെടുക്കാനായിട്ട് ശ്രമമുണ്ടാകും എന്നുള്ളൊരു കാര്യമാണ് റോജി എം ജോൺ ഇന്നലെ വ്യക്തമാക്കിയത്. ഇനി അഥവാ വിധി എതിരാണെങ്കിൽ ജനങ്ങളെ അവിടെ നിന്നും മാറ്റിപ്പാർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള, പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ കൂടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഇതിൽ മറ്റൊരു ആശങ്ക നിലനിൽക്കുന്നത് എന്ന് പറയുന്നത് ഈ അഭിഭാഷക കമ്മീഷൻ്റെ കാര്യത്തിൽ സർക്കാരിന് ഇടപെടാൻ കഴിയുമോ എന്നുള്ളൊരു കാര്യത്തിലാണ്. അത് ഇടപെടാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യം റോജി എം ജോൺ തന്നെ വ്യക്തമാക്കിയുണ്ടായിരുന്നു. ഇന്നാണ് ഈ മുൻസിഫ് കോടതി അവസാന ദിവസമായിട്ട്, ഈ കുടിയൊഴിപ്പിക്കലിന് അവസാന ദിവസമായിട്ട് നൽകിയിരിക്കുന്നത്. ഇന്ന് ഈ കുടിയൊഴിപ്പിച്ചുകൊണ്ട് ഇന്ന് തന്നെ ഈ സംഭവത്തിൽ റിപ്പോർട്ട് നൽകണം എന്നുകൂടി അഭിഭാഷക കമ്മീഷനോടും ഒപ്പം തന്നെ ഈ ആലുവ റൂറൽ SP അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കും മുൻസിഫ് കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ കുടിയൊഴിപ്പിക്കലിനുള്ള ഒരു നീക്കം അല്ലെങ്കിൽ അത്തരത്തിലൊരു ശ്രമം ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യമാണ് ജനങ്ങൾ ആശങ്കയോടുകൂടി തന്നെ കാണുന്നത്. ഈ കുടിയൊഴിപ്പിക്കാൻ വരുന്ന ഉദ്യോഗസ്ഥരെ തടയാനായിട്ട് സർക്കാരിന് സാധിക്കില്ല. എന്നാൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ആളുകളെ അതിക്രമം നടത്തിക്കൊണ്ടോ അല്ലെങ്കിൽ ആളുകളെ ബലം പ്രയോഗിച്ചുകൊണ്ടോ അവിടെ നിന്നും ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഉണ്ടാകില്ല എന്നുള്ളൊരു ഉറപ്പ് മാത്രമാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കിട്ടുന്നത്. ഏതായാലും ഇന്ന് ഒരുപക്ഷെ അഭിഭാഷക കമ്മീഷൻ ഈ മലയിടംതുരത്തിലേക്ക് എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അഥവാ എത്തിയാൽ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംഭവിച്ചതുപോലെ തന്നെ ഈ ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ പൂർത്തിയാക്കാൻ കഴിയാത്തതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. ഇപ്പോൾ വലിയൊരു പ്രതിഷേധം തന്നെയാണ് അവിടെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് CPMൻ്റെ നേതൃത്വത്തിലാണ് ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് അവിടെ പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മുൻ മന്ത്രിമാരായ P രാജീവും R ബിന്ദു അടക്കം സ്ഥലത്തെത്തിയിരുന്നു. ഇന്ന് DYFIയുടെ നേതൃത്വത്തിലാണ് ഇവിടെ പ്രതിഷേധ പരിപാടികൾ നടക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ അഭിഭാഷക കമ്മീഷൻ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധം തീർക്കാൻ തന്നെയാണ് ഏതായാലും CPMൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. CPM ഈ വിഷയത്തിൽ അതായത് കിരൺ, കിട്ടിയ അവസരം മുതലാക്കുക എന്ന് തന്നെയാണെന്ന് തോന്നുന്നു പ്രതിപക്ഷം ഉദ്ദേശിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും. അതായത് പുതിയ സർക്കാർ അധികാരമേറ്റതിന് ശേഷം വരുന്ന ഒരു ജനകീയ പ്രശ്നം ഇത്തരത്തിൽ സംസ്ഥാന വ്യാപകമായി തന്നെ നേരത്തെ തന്നെ ശ്രദ്ധ നേടിയിരുന്ന ഒരു വിഷയവുമാണ്. ഈ ഒരു വിഷയത്തിൽ CPM തങ്ങളുടെ കഴിഞ്ഞ കാലഘട്ടത്തിൽ എടുത്ത നിലപാടിൽ നിന്ന് വിരുദ്ധമായി തന്നെ ഏതായാലും ഈ സർക്കാരിൻ്റെ ഒരു അല്ലെങ്കിൽ അഭിഭാഷക കമ്മീഷൻ്റെ നിലപാടുകളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിനെ ശക്തമായി തന്നെ പ്രതിരോധിച്ചുകൊണ്ട് സർക്കാരിനെ ഒരു പ്രതിരോധം തീർക്കുക എന്നുള്ളൊരു നിലപാടിലേക്ക് തന്നെയാണ് CPM എത്തുന്നത്. ഈ ഒരു ആരോപണം തന്നെയാണ് കോൺഗ്രസും ഉന്നയിക്കുന്നത്. കാര്യം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ തന്നെ 14 തവണയാണ് ഈ സ്ഥലത്ത് ഭൂമി ഒഴിപ്പിക്കുന്നതിന് വേണ്ടി അഭിഭാഷക കമ്മീഷൻ എത്തിയത്. ആ സമയത്തും ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് തന്നെയാണ് പിന്നീട് അഭിഭാഷക കമ്മീഷന് തിരിച്ചു പോകേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായത്. എന്നാൽ ഇപ്പോൾ ഇന്നലെ ഈ സ്ഥലം സന്ദർശിച്ച R ബിന്ദു അടക്കം പറയുന്ന ഒരു കാര്യം, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ 14 തവണ ഈ കുടിയൊഴിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം അഭിഭാഷക കമ്മീഷൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നെങ്കിൽ പോലും കുടിയൊഴിപ്പിക്കപ്പെട്ടില്ല. ജനങ്ങൾ അവിടെ നിന്നും മാറ്റി പോകേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല. മാത്രവുമല്ല, പോലീസ് പോലും ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടിൽ നിൽക്കുകയായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ R ബിന്ദു പറയുന്നത്. ഏതായാലും ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ജനങ്ങൾക്ക് നേരെ അതിക്രമം നടന്നു. അതെ, കിരണാണ് വിവരങ്ങൾ നൽകിയത്. മലയിടംതുരത്തിലെ ഭൂമി ഒഴിപ്പിക്കൽ പ്രശ്നത്തിൽ താൽക്കാലിക ആശ്വാസം ലഭിച്ചിരിക്കുകയാണ്. ഇന്ന് കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കില്ല എന്നാണ് മന്ത്രി റോജി എം ജോണിന്റെ
നേതൃത്വം നടത്തിയ ചർച്ചയിലുണ്ടായിരിക്കുന്ന തീരുമാനം. ഡൽഹിയിലേക്ക് പോയാൽ ഡൽഹിയിലെത്തിയ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ ഉൾപ്പെടെയുള്ള ഹൈക്കമാൻഡ് നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രിയെ കാണാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ സമയം ലഭിച്ചിട്ടില്ല. മുഖ്യമന്ത്രിയായ ശേഷം ആദ്യമായി ഡൽഹിയിലെത്തിയ വി.ഡി. സതീശന് കേരള ഹൗസിൽ വൻ സ്വീകരണം നൽകിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, ഇനിയിപ്പോൾ കോൺഗ്രസിലെ അടുത്ത തർക്കം എന്ന് പറയുന്നത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനവുമായി ബന്ധപ്പെട്ടാണ്. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരാൻ നിരവധി പേർ മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്, ഹൈക്കമാൻഡുമായി സംസാരിച്ചിട്ടുണ്ട്. അക്കാര്യങ്ങൾ ഇന്നിപ്പോൾ ഡൽഹിയിലുള്ള മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് എടുക്കുമോ? മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഹൈക്കമാൻഡുമായി ആ വിഷയം ചർച്ചയ്ക്ക് വരുമോ? മായ ചൂണ്ടിക്കാട്ടിയതുപോലെ KPCC അധ്യക്ഷ സ്ഥാനത്തിനായി ഗ്രൂപ്പ് വടംവലി, നേതാക്കൾ തമ്മിലുള്ള വടംവലി തുടരുന്നതിനിടയിൽ തന്നെയാണ് മുഖ്യമന്ത്രിയും ഇപ്പോൾ ഡൽഹിയിലെത്തിയിട്ടുള്ളത്. പക്ഷേ ഇന്നുണ്ടാകുന്ന കൂടിക്കാഴ്ചയിൽ സംഘടനാ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഉണ്ടാകുമോ എന്ന് നോക്കിക്കാണേണ്ടതാണ്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായ ശേഷം ആദ്യമായി ഡൽഹിയിലെത്തിയത്. അദ്ദേഹത്തിന് കേരള ഹൗസ് ജീവനക്കാരും ഒപ്പം ഡൽഹിയിലെ വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ വൻ സ്വീകരണം നൽകിയിരുന്നു. ഇന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, സോണിയാഗാന്ധി തുടങ്ങി കോൺഗ്രസ് ഹൈക്കമാൻഡ് നേതൃത്വവുമായി വി.ഡി. സതീശൻ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തതിലുള്ള നന്ദി അറിയിക്കുക, ഒപ്പം സർക്കാരിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രാഥമിക ചർച്ചകൾ നടത്തുക എന്നുള്ളതാണ് സന്ദർശന ലക്ഷ്യം. ഒപ്പം തീർച്ചയായും ഈ സംഘടനാ പുനഃസംഘടനയിൽ ചില പ്രാഥമിക ചർച്ചകളിലേക്ക് മുഖ്യമന്ത്രി പോകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് സംഘടനാ തലത്തിലും കൂടുതൽ നേതാക്കളെ ഉൾപ്പെടുത്താൻ വലിയ നീക്കം ഇതിനോടകം തന്നെ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഹൈക്കമാൻഡുമായി ബന്ധപ്പെട്ട് നടത്തുകയും മുതിർന്ന നേതാക്കൾ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിട്ടുണ്ട്. ബെന്നി ബെഹനാൻ ഉൾപ്പെടെയുള്ളവരുടെ പേരുകളാണ് KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ആദ്യഘട്ടത്തിൽ ഉയർന്നു കേട്ടതെങ്കിലും ഇതിനോടകം മുതിർന്ന വിവിധ നേതാക്കളാണ് മല്ലികാർജ്ജുന ഖാർഗെ കണ്ടുകൊണ്ട് KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിച്ചിട്ടുള്ളത്. ഒപ്പം ഡൽഹിയിൽ പ്രധാനമന്ത്രിയുമായുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്ക് മുഖ്യമന്ത്രി ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും കൂടിക്കാഴ്ചയ്ക്കുള്ള സമയം ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. മായ. ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് ഡൽഹിയിൽ നിന്ന്. തലസ്ഥാനത്ത് ഇന്ന് നിർണായക കൂടിക്കാഴ്ചകളാണ് നടക്കുക. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിൽ ഉന്നതതല പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്ന് രാവിലെ ചേരും. ഒപ്പം KSRTCയിൽ വനിതകൾക്കുള്ള സൗജന്യ യാത്ര ചർച്ച ചെയ്യാനും ഇന്ന് നിർണായക ചർച്ചയുണ്ട്. ഗതാഗത സെക്രട്ടറിയും MDയും ഇന്ന് മന്ത്രി CP ജോണുമായി കൂടിക്കാഴ്ച നടത്തും. കൂടുതൽ വിവരങ്ങളുമായി രജിത്ത് ചേരുകയാണ്. രജിത്ത്, ഇന്നിപ്പോൾ പോലീസ് തല യോഗങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ KSRTC വിഷയത്തിൽ, അതായത് വനിതകളുടെ സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കൂടുതൽ തീരുമാനങ്ങളിൽ എത്തേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ചർച്ചകൾ, അങ്ങനെ ഇന്നിപ്പോൾ ചർച്ചകളാണ് തലസ്ഥാനത്ത്, അല്ലേ? മായ, ഗുഡ് മോർണിംഗ്. ഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ അത് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഇന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിളിച്ചിരിക്കുന്ന ചർച്ചയാണ്. അദ്ദേഹം ഉന്നതതല യോഗമാണ് ഇന്ന് വിളിച്ചിട്ടുള്ളത്. പോലീസ് ആസ്ഥാനത്ത് രാവിലെ 10:30-ക്കാണ് യോഗം ചേരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ പ്രധാനമായും ചർച്ചയാകുന്നത് ഇപ്പോഴുള്ള സംസ്ഥാനത്തെ ക്രമസമാധാന നിലയും ഒപ്പം തന്നെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചിട്ടുള്ളതാണ് പ്രധാന അജണ്ടയായി വെച്ചിട്ടുള്ളത്. SP മുതൽ മുകളിലേക്ക് എല്ലാ ഉദ്യോഗസ്ഥരും, ആഭ്യന്തര വകുപ്പിൻ്റെ എല്ലാ ഉദ്യോഗസ്ഥരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു എന്നതും ഇതിൻ്റെ പ്രത്യേകതയാണ്. എന്തുതന്നെയായാലും വിശദമായൊരു ചർച്ച ഇക്കാര്യത്തിലുണ്ടാവും. ഈ കാര്യത്തിൽ ഇന്റലിജൻസ് ADGPയും അതുപോലെ തന്നെ DGPയും ഇതുവരെയുള്ള ഒരു ക്രമസമാധാന നില സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ഈ യോഗത്തിൽ അവതരിപ്പിക്കുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും മന്ത്രി രമേശ് ചെന്നിത്തല സർക്കാരിൻ്റെ പോലീസ് നയം അത് എന്തായിരിക്കണം എന്നത് സംബന്ധിച്ചുള്ള ഒരു വിശദമായ കാര്യങ്ങൾ വിശദമാക്കുകയും ചെയ്യും ഈ യോഗത്തിൽ എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. 100 ദിന കർമ്മ പദ്ധതികൾ ഇതിനോടകം തന്നെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ 100 ദിന കർമ്മ പദ്ധതികളിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ സംബന്ധിച്ചുള്ള ചർച്ചകളും ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നതാണ്. ആഭ്യന്തരമന്ത്രിയുടെ ഉപദേഷ്ടാവ് കൂടിയായിട്ടുള്ള ഹേമചന്ദ്രനും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന കാര്യവുമുണ്ട്. എന്ന് തന്നെയായാലും വിശദമായൊരു ചർച്ച ക്രമസമാധാന നിലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങളൊക്കെ വിശദമാക്കിക്കൊണ്ടുള്ള ഒരു ചർച്ച തന്നെയായിരിക്കും, അല്ലെങ്കിൽ ഒരു കൂടിക്കാഴ്ച തന്നെയായിരിക്കും, ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒരു കൂടിക്കാഴ്ച തന്നെയായിരിക്കും ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാവുക. മറ്റൊന്നുള്ളത് KSRTCയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇന്ദിരാ ഗ്യാരണ്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വനിതകൾക്ക് KSRTCയിൽ, സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര അത് 15-ാം തീയതി മുതൽ, അടുത്ത മാസം 15-ാം തീയതി മുതൽ ഉണ്ടാകും
ഉണ്ടാകുമെന്ന പ്രഖ്യാപനം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പ്രഖ്യാപിച്ചതാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചയാണ് ഇന്ന് നടക്കുന്നത്. വകുപ്പ് സെക്രട്ടറിയും KSRTC MD-യും കൂടി ഇന്ന് മന്ത്രി CP ജോണുമായി കൂടിക്കാഴ്ച നടത്തിയതിന് ശേഷം ഇത് ഏത് രീതിയിൽ നടപ്പാക്കണമെന്നത് സംബന്ധിച്ചാണ്. നേരത്തെ തന്നെ ഇതിൻ്റെ ഒരു റിപ്പോർട്ടൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. ജെൻഡർ ടിക്കറ്റിംഗ് ഏർപ്പെടുത്തിക്കൊണ്ട് എത്ര രൂപയുടെ സാമ്പത്തിക നഷ്ടമായിരിക്കും ഉണ്ടാവുക എന്നത് സംബന്ധിച്ചൊരു വിശദമായ റിപ്പോർട്ട് ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. 3 മാസത്തിനുള്ളിൽ 112 കോടി രൂപയുടെ മുഴുവൻ ബസ്സുകളിലും സൗജന്യം അനുവദിച്ചാൽ 112 കോടി രൂപയുടെ നഷ്ടമുണ്ടാകും എന്ന റിപ്പോർട്ടാണ് ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഓർഡിനറി സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളിലാണെങ്കിൽ അത് 90 കോടി രൂപയും ഓർഡിനറി മാത്രമാണെങ്കിൽ 57 കോടി രൂപയും സിറ്റി ഫാസ്റ്റും ഓർഡിനറി ആണെങ്കിൽ 65 കോടി രൂപ. അങ്ങനെ തുകകൾ തിരിച്ചുകൊണ്ടുള്ള കണക്കുകൾ വരെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവ സംബന്ധിച്ചൊരു വിശദമായ ചർച്ച ഇന്നുണ്ടാവും. എങ്ങനെ ഈ പദ്ധതി നടപ്പാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് സർക്കാർ നോക്കുന്നത്. എന്ത് തന്നെയായാലും വലിയ നഷ്ടമില്ലാതെ ഈ കാര്യങ്ങൾ നടപ്പാക്കുന്നതിനുള്ള ശ്രമം തന്നെയായിരിക്കും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവും. 15-ാം തീയതി മുതൽ പദ്ധതി നടപ്പാക്കുമെന്ന പ്രഖ്യാപനം മുഖ്യമന്ത്രി നടത്തിയിട്ടുണ്ട്. ശരി, രജിത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് നിർണായകമായ കൂടിക്കാഴ്ചകളാണ് നടക്കുക. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിൽ ഉന്നതതല പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗമുണ്ട്. അതുപോലെ തന്നെ KSRTCയിലെ വനിതകൾക്കുള്ള സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ട് ഗതാഗത വകുപ്പിലും ഇന്നിപ്പോൾ നിർണായകമായ ചർച്ചകളുണ്ട്. രാജ്യത്ത് ഇന്ധനവില വീണ്ടും കൂട്ടി. പെട്രോളിന് ലിറ്ററിന് 87 പൈസയും ഡീസലിന് 91 പൈസയുമാണ് കൂട്ടിയത്. 10 ദിവസത്തിനിടെ 3-ാം തവണയാണ് ഇന്ധനവില കൂട്ടിയത്. 10 ദിവസം കൊണ്ട് വർദ്ധിപ്പിച്ചത് 4 രൂപ 81 പൈസയാണ്. ഇറാൻ അമേരിക്ക യുദ്ധ സാഹചര്യം മൂലമുണ്ടായ പ്രതിസന്ധിയും പശ്ചിമേഷ്യയിലെ വിതരണ തടസ്സങ്ങളുമാണ് ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരാൻ കാരണമായത്. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ 4 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും നാളെ വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായും കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യൻ ഉദ്യോഗസ്ഥരുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ വ്യാപാരം, പ്രതിരോധം, ഊർജ്ജം എന്നീ മേഖലകളിലെ തുടർ സഹകരണം ചർച്ച ചെയ്യും. കൊൽക്കത്ത, ആഗ്ര, ജയ്പൂർ, ഡൽഹി എന്നീ നഗരങ്ങളിൽ സന്ദർശനം നടത്തും. മെയ് 26 വരെ റൂബിയോയുടെ ഇന്ത്യ സന്ദർശനം നീളും. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ക്വാഡ് സംഘങ്ങളുടെ യോഗത്തിലും റൂബിയോ പങ്കെടുക്കും. ഓസ്ട്രേലിയ, ജപ്പാൻ വിദേശകാര്യമന്ത്രിമാരും യോഗത്തിൽ പങ്കെടുക്കും. പശ്ചിമേഷ്യൻ സംഘർഷം അടക്കമുള്ള ആഗോള വെല്ലുവിളികൾ യോഗത്തിൽ ചർച്ചയാവും. മെയ് 26-നാണ് ക്വാഡ് സംഘങ്ങളുടെ യോഗം നടക്കുക. അമേരിക്കയുടെ ദേശീയ രഹസ്യാന്വേഷണ ഡയറക്ടർ തുളസി ഗബാർഡ് രാജിവെച്ചു. ഭർത്താവിന് ക്യാൻസർ രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് തുളസി ഗബാർഡ് രാജിവെച്ചത്. ഓവൽ ഓഫീസിൽ നടന്ന യോഗത്തിൽ ഗബാർഡ് തന്റെ തീരുമാനം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അറിയിക്കുകയായിരുന്നു. അമേരിക്കയിലെ 18 ഇന്റലിജൻസ് ഏജൻസികളുടെ മേധാവിയാണ് തുളസി. 2024 ട്രംപിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ അദ്ദേഹത്തിന്റെ വിശ്വസ്ത പിന്തുണക്കാരിയായിരുന്ന തുളസി ഗബാർഡ് 2025 ട്രംപ് വൈറ്റ് ഹൗസിൽ തിരിച്ചെത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ഇന്റലിജൻസ് വിഭാഗത്തിന്റെ മേധാവിയായി ചുമതലയേറ്റത്. എന്നാൽ ഈ വർഷം ഇറാനെതിരെയുള്ള സൈനിക നീക്കം, ക്യൂബയ്ക്കുമേലുള്ള സമ്മർദ്ദം, വെനസ്വേലൻ പ്രസിഡന്റിനെ പുറത്താക്കൽ തുടങ്ങിയ സുപ്രധാന നീക്കങ്ങളിൽ തുളസി സഹകരിച്ചിരുന്നില്ല. ട്രംപ് ഭരണകൂടത്തിൽ നിന്ന് ഈ വർഷം പുറത്തുപോകുന്ന 4ാമത്തെ ക്യാബിനറ്റ് അംഗമാണ് തുളസി ഗബാർഡ്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. മധ്യകേരളത്തിലും വടക്കൻ കേരളത്തിലുമാണ് മഴ ശക്തമാവുക. 5 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച വരെ ശക്തമായ മഴ തുടർന്നേക്കും. കൂടുതൽ വിവരങ്ങളുമായി രജിത്ത് ചേരുകയാണ്. രജിത്ത്, കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഒരു മുന്നറിയിപ്പുകൾ എങ്ങനെയൊക്കെയാണ്? ഇന്നും കനത്ത മഴയ്ക്ക് തന്നെയാണ് സാധ്യത, അല്ലേ? ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കാണ് ഇന്ന് സാധ്യതയുള്ളത്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് ഇന്ന് 5 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. അതിൽ കണ്ണൂർ, കോഴിക്കോട്, തൃശ്ശൂർ, എറണാകുളം, ആലപ്പുഴ ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമായുള്ള ജില്ലകളിലാണ് ശക്തമായ മഴ പെയ്യുക. നാളെയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് 7 ജില്ലകളിലാണ് നാളെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലായാണ് നാളത്തെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കാണ് സാധ്യത. 26-ാം തീയതി വരെ ഈ ഒറ്റപ്പെട്ട മഴ തുടരുകയും ചെയ്തു. 26-ാം തീയതിയോടുകൂടി തന്നെ കാലവർഷം സംസ്ഥാനത്തേക്ക് എത്തും എന്ന് തന്നെയാണ്. ഇതുവരെ കാലവർഷം ആൻഡമാൻ തീരം വരെ എത്തിയിട്ടുണ്ട് എന്നാണ് കാലാവർഷ നിരീക്ഷണ കേന്ദ്രം കണക്കാക്കിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനം ശക്തമായ മഴമേഘങ്ങൾ തിങ്ങി നിറയുന്നു എന്നത് തന്നെയാണ്. തെക്ക് കിഴക്കൻ അറബിക്കടലിന് മുകളിൽ ഒരു ചക്രവാത ചുഴി ഇതിനോട്
ഇതിനോടകം തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ തെക്കിഴക്ക് ബംഗാൾ ഉൾക്കടലിന് മുകളിലും ഒരു ചക്രവാത ചുഴി രൂപപ്പെട്ടിരിക്കുന്നു. അത് ഒരു മഴപ്പാത്തിയായി കേരളത്തിൻ്റെ തീരങ്ങളിലേക്കും ഒപ്പം തന്നെ തമിഴ്നാടിൻ്റെ തെക്ക് ഭാഗങ്ങളിലേക്കും ഇങ്ങ് കന്യാകുമാരി വരെയും ഒരു മഴപ്പാത്തിയായി രൂപപ്പെട്ടിരിക്കുന്നത്. അതുതന്നെയാണ് ശക്തമായ മഴയ്ക്ക് കാരണമായിരിക്കുന്നത് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന സൂചന. എന്തുതന്നെയായാലും 26-ാം തീയതി വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴ വിവിധ സ്ഥലങ്ങളിൽ തുടരും. ഇടിമിന്നലോട് കൂടിയ മഴയായിരിക്കും. അതുകൊണ്ട് തന്നെ കനത്ത ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുന്നത് കൂടാതെ 26-ാം തീയതിക്ക് ശേഷം കാലവർഷവും ശക്തമാകുമെന്ന മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം നൽകുന്നത്. രജിത്താണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് ഇന്ന് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണം മുന്നറിയിപ്പ് നൽകുന്നു. മറ്റു വാർത്തകളിലേക്ക്. കേരളത്തിലെ പരാജയം ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ CPM കേന്ദ്ര കമ്മിറ്റിയിൽ ഇന്ന് ചർച്ച തുടരും. കണ്ണൂർ ഉൾപ്പെടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും തോൽവി നേരിടാൻ കാരണം CPM അണികളുടെ അസംതൃപ്തിയാണെന്ന് യോഗം വിലയിരുത്തിയിരുന്നു. പാർട്ടിയെ അണികൾ തിരുത്തിയതാണെന്നും ചില മുതിർന്ന നേതാക്കൾ വിമർശനം ഉന്നയിച്ചു. വിമതർ ആസൂത്രിത നീക്കം നടത്തിയെന്നാണ് സംസ്ഥാന ഘടകം കേന്ദ്ര കമ്മിറ്റിക്ക് നൽകിയ പ്രാഥമിക റിപ്പോർട്ട്. അതേസമയം പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കാനുള്ള നിർദ്ദേശത്തെ ഭൂരിപക്ഷ തീരുമാനപ്രകാരമാണ് അംഗീകാരം നൽകിയതെന്ന് ജനറൽ സെക്രട്ടറി MA ബേബി റിപ്പോർട്ട് ചെയ്തു. മുഖ്യമന്ത്രി VD സതീശന് എതിരായ മാനനഷ്ട കേസിൽ കോടതിയുടെ ഇടക്കാല ഉത്തരവ് ഇന്ന്. മുൻ MLA കടകംപള്ളി സുരേന്ദ്രൻ നൽകിയ മാനനഷ്ട കേസിൽ തനിക്കെതിരെ വരുന്ന തെറ്റായ വാർത്തകൾ തടയണമെന്നാവശ്യപ്പെട്ടുള്ള VD സതീശന്റെ ഹർജിയിലാണ് ഇന്ന് ഉത്തരവ് വരുന്നത്. തിരുവനന്തപുരം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് 3ാം കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. സംസ്ഥാനത്ത് ഇറച്ചിക്കോഴിയുടെ വില കുതിച്ചുയരുകയാണ്. 180 രൂപ വരെയാണ് 1 കിലോ കോഴിയുടെ വില. കാലാവസ്ഥാ വ്യതിയാനവും തീറ്റയുടെ വരവ് കുറഞ്ഞതുമാണ് കോഴിവിലയിൽ പ്രതിഫലിച്ചത്. നികുതി കുറയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പുതിയ സർക്കാർ പരിഗണിക്കണമെന്ന് ഇറച്ചിക്കോഴി കർഷകരുടെ സംഘടനകൾ ആവശ്യപ്പെടുന്നു. ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് ഇറച്ചിക്കോഴിയുടെ വില കുതിച്ചുയരുകയാണ്. എറണാകുളം ജില്ലയിൽ തന്നെ പലയിടത്തും 180 രൂപയ്ക്ക് മുകളിലാണ് 1 കിലോ ഇറച്ചിക്കോഴിക്ക് നൽകേണ്ടത്. കഴിഞ്ഞ മാസം 140 രൂപ വരെ എത്തിയ കോഴിവിലയാണ് 200-ന് അടുത്തേക്ക് എത്തി നിൽക്കുന്നത്. മൊത്തക്കച്ചവടക്കാരാണ് കോഴിയുടെ വില നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് തന്നെ വില കൂടിയാലും കുറഞ്ഞാലും കാര്യമായ നേട്ടം ചില്ലറ വിൽപ്പനക്കാർക്ക് ഉണ്ടാകില്ല. കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടെയുള്ള നിരവധി പ്രശ്നങ്ങളാണ് വിലക്കയറ്റത്തിന് പ്രധാന കാരണമെന്ന് ഓൾ കേരള പോൾട്രി ഫാർമേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് സമിതി പറയുന്നു. അപ്പോൾ ഈ കഠിനമായ ചൂടുകൊണ്ട് കേരളത്തെക്കാളും അധിക ചൂടാണ് മറ്റ് പല സംസ്ഥാനങ്ങളിലും. അപ്പോൾ അവിടെയൊക്കെ ഇതിൻ്റെ തള്ളക്കോഴി മുട്ട ഇതിൻ്റെ കുഞ്ഞിനെ ഉൽപ്പാദിപ്പിക്കുന്ന മുട്ടയുന്ന ആ മുട്ടയിടുന്ന തള്ളക്കോഴികൾ ക്രമാതീതമായിട്ട് ചത്തുപോയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ മുട്ട കിട്ടാനില്ല. അപ്പോൾ കുഞ്ഞ് ടൈറ്റായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം വില കൂടാനുള്ള കാരണം. സത്യത്തിൽ ഈ കോഴിക്ക് വില കൂടിയതുകൊണ്ട് കർഷകർക്ക് വലിയ മെച്ചമൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ ഇപ്പുറത്തെ സൈഡിൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് ക്രമാതീതമായി കൂടിയിരിക്കുകയാണ്. നികുതി കുറയ്ക്കുന്ന ഉൾപ്പെടെ നിരവധി ആവശ്യങ്ങൾ പുതിയ സർക്കാരിനോട് ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. കേരളത്തിൽ ഒരു ഫാം നടത്താനായിട്ട് അതിഭയങ്കര ബുദ്ധിമുട്ടാണ്. കേരളത്തിന് പുറത്ത് ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ഈ കോഴിക്കൂടിന് നികുതിയോ മറ്റു കാര്യങ്ങളില്ല. ഇവിടെ കോഴിക്കൂടിന് അമിത നികുതിയാണ് ഈടാക്കുന്നത്. ലക്ഷറി ടാക്സാണ്. അതുപോലെ തന്നെ ഇവിടെ ആരെങ്കിലും ഒരു കോഴിക്കൂട് പണിയാണെങ്കിൽ എവിടെന്നെങ്കിലും ഒരാൾ ഒരു കംപ്ലൈൻറ്റ് കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ആ കോഴിക്കൂട് അടച്ചു പൂട്ടുന്ന സ്ഥിതിയാണ്. അതുപോലെ തന്നെ അമിത നികുതി ഈടാക്കിക്കൊണ്ടിരിക്കുന്നു. അത് അവസാനിപ്പിക്കണം. പാചകവാതക വില വർദ്ധിച്ചതോടെ ചായ ഉൾപ്പെടെയുള്ളവയ്ക്ക് ഹോട്ടലുടമകൾ നേരിയ തോതിൽ വില വർദ്ധിപ്പിച്ചിരുന്നു. ഇറച്ചി വില കൂടിയതോടെ ബിരിയാണി ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കളുടെ വില വർദ്ധിപ്പിക്കേണ്ട അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. നീതി തേടി മുഖ്യമന്ത്രി VD സതീശനെ സന്ദർശിക്കാനൊരുങ്ങി ഹർഷീന. 2017 കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് നടന്ന ശസ്ത്രക്രിയക്കിടയിലാണ് ഹർഷീനയുടെ വയറ്റിൽ കത്രിക മറന്നുവെച്ചത്. 110 ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുന്നിൽ ഹർഷീനയും ഭർത്താവും സമരവും നടത്തിയിരുന്നു. 2017 ഹർഷിനയുടെ 3ാമത്തെ പ്രസവം നടന്നത്. ഇതിന്റെ ഭാഗമായാണ് ശസ്ത്രക്രിയ നടത്തിയത്. കത്രിക വയറ്റിൽ കുടുങ്ങുകയും ചെയ്തു. തുടർച്ചയായ വയറുവേദനയെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് 2022 വയറ്റിൽ കത്രികയുണ്ടെന്നറിഞ്ഞത്. മറ്റൊരു ശസ്ത്രക്രിയയിലൂടെ കത്രിക പുറത്തെടുക്കുകയും ചെയ്തു. പരാതിയുടെയും പോലീസ് അന്വേഷണത്തിന്റെയും പിന്നാലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ 2 ഡോക്ടർമാരെയും പ്രതി ചേർത്ത് കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടു. ഹർഷിനയും ഭർത്താവും 110 ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുമ്പിൽ സമരവും നടത്തി. കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും കേസിൽ വിധി വന്നിട്ടില്ല.
നഷ്ടപരിഹാരവും വൈകുകയാണ്. ഇതിന് പിന്നാലെയാണ് സമരത്തിന് സമ്പൂർണ്ണ പിന്തുണ നൽകിയ മുഖ്യമന്ത്രി വി.ഡി. സതീശനെ സന്ദർശിക്കാൻ ഹർഷിനയും കുടുംബവും ഒരുങ്ങുന്നത്. പുതിയ CM-നെ കാണാൻ പോകുന്നുണ്ട്. വളരെയധികം പ്രതീക്ഷയോടുകൂടിയാണ് പോകുന്നത്. കാരണം നമ്മളടുത്ത് പ്രതിപക്ഷ നേതാവായ സമയത്ത് ഒരുപാട് തവണ നമ്മൾ സമരപന്തലിൽ വന്നിട്ടുണ്ട്. നമ്മൾ കൂടെ നമുക്ക് എന്തിനും നമ്മൾ കൂടെ ഉണ്ടാവുന്ന ഉറപ്പ് വന്ന ചികിത്സാ സഹായം അടക്കം നമുക്ക് അന്ന് ആ സമയത്ത് തരികയും ചെയ്ത ആളാണ്. മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ പരാജയം ജനവിരുദ്ധ വികാരത്തെ തുടർന്നാണെന്ന് ഹർഷിന അമൃത ന്യൂസിനോട് പറഞ്ഞു. കഴിഞ്ഞ ആരോഗ്യമന്ത്രി വെറുതെ ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതല്ല എന്ന് എല്ലാവർക്കും അറിയാം. കാരണം അത്രയും ജനവിരുദ്ധ വികാരം വന്നിട്ടുണ്ടെന്നുള്ള ഉറപ്പാണ്. ഇത്രയും 4 വർഷത്തോളായിട്ട് തെരുവിൽ യുദ്ധം ചെയ്യുന്ന ഒരു സ്ത്രീ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി കൂടിയായിരുന്നല്ലോ. എല്ലാം കൊണ്ടും നമ്മളെ പ്രശ്നങ്ങൾ അടുത്തറിഞ്ഞ് വന്ന് കണ്ടിട്ട് ഒരു പരിഹാരം കാണാത്തതിൽ എന്തായാലും ആ ഒരു ഇത് നല്ലോണം എഫക്ട് ചെയ്തെന്നുള്ള ഉറപ്പാണ്. മുഖ്യമന്ത്രിയുമായി നടത്തുന്ന ചർച്ചയിൽ ഉചിതമായ നടപടിയുണ്ടാകുമെന്നാണ് ഹർഷിനയുടെ ശുഭാപ്തി വിശ്വാസം. അമൃത ന്യൂസ്, കോഴിക്കോട്. കൂടുവെച്ച് ഒരാഴ്ച പിന്നിട്ടിട്ടും കോഴിക്കോട് പുതുപ്പാടി മൈലള്ളാംപാറയിലെ പുലി ഇപ്പോഴും കാണാമറയത്താണ്. ഒരാഴ്ച മുമ്പാണ് വനം വകുപ്പ് പുലിയെ പിടികൂടാനായി പ്രദേശത്ത് കൂട് സ്ഥാപിച്ചത്. പുലിയെ പിടികൂടാൻ സാധിക്കാത്തതിനാൽ പ്രദേശവാസികൾ ഏറെ ആശങ്കയിലാണ്. നാട്ടുകാരുടെ സ്വൈരജീവിതത്തിന് വിഘ്നം വരുത്തുന്ന പുലിയെ പിടികൂടുവാനായി വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ ഒരാഴ്ചയായി കഴിയുകയാണ് ബോണി. ഒരാഴ്ച മുമ്പാണ് പുലി മൈലള്ളാംപാറയിലിറങ്ങി തെക്കേക്കര TC മാത്യുവിന്റെ 2 പശുക്കിടാങ്ങളെ കൊന്നു തിന്നത്. ഇതിന് പിന്നാലെയാണ് വനവകുപ്പ് മാത്യുവിന്റെ വീടിന് സമീപം കൂട് സ്ഥാപിച്ചത്. അത് തന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഈ ഇത്രയും കന്നുകാലിയും കാര്യമുള്ള സമയത്ത് നമ്മൾക്ക് ഒരു പണിയും കൂടെ തന്നിരിക്കുക. ഈ പട്ടി ഇവിടെ കെട്ടിട്ട് അതിന് തീറ്റ കൊടുക്കണം, പിന്നെ കൂട് കഴുകി വൃത്തിയാക്കണം. ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. ഒക്കെ നമ്മൾ ഒന്നും ചെയ്യണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഫോറസ്റ്റുകാർ വരും നോക്കി അങ്ങ് പോകുന്നല്ലാതെ. സമീപത്തെ ഫാമിലെത്തി പുലി നായയെ പിടികൂടുന്ന CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. 2021 കടുവയുടെ ആക്രമണത്തിൽ മാത്യുവിന് പശുക്കിടാങ്ങളെ നഷ്ടമായിരുന്നു. എന്നാൽ അർഹമായ നഷ്ടപരിഹാരം ലഭിക്കുന്നില്ലെന്നും കാലഘട്ടത്തിനനുസരിച്ച് നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കണമെന്നും മാത്യു ആവശ്യപ്പെടുന്നു. നഷ്ടപരിഹാരത്തെ തുക വർദ്ധിപ്പിക്കണം. കാരണം അല്ലെങ്കിൽ ഇപ്പം ഞാൻ ചോദിക്കുക, അവരൊരു കാര്യം ചെയ്തോട്ടെ, ഇതിന് തത്തുല്യമായ രീതിയിൽ അതേ ഉരുക്കളെ വാങ്ങിച്ച് തന്നോട്ടെ. നമുക്ക് പൈസ വേണ്ട. നമ്മൾ പൈസ കൂട്ടി വാങ്ങിച്ച് മോഹിക്കുക എന്നല്ല അവർ ധരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ട, നമുക്കതുപോലെ സംഗതി കിട്ടിയാൽ മതി. MLA CK കാസിം ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും പ്രദേശത്ത് സന്ദർശനം നടത്തിയിരുന്നു. പുലി കൂട്ട് കയറിയിട്ടില്ല. പക്ഷെ മാവൻചേട്ടൻ പറയുന്നത് വീടിന് ചുറ്റും നടന്നിട്ടുണ്ട്. അന്ന് വന്ന പോലെ തന്നെയുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു പശുവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ജനങ്ങളാണെങ്കിലും കുറച്ചൊരു പരിഭ്രാന്തി തന്നെയാണ്. കൂട്ട് കയറിയാൽ മാത്രമേ ഒരു സമാധാനമുള്ളൂ. പുലിക്ക് പുറമെ കടുവയും ആനയും നിരന്തരമായി ഇറങ്ങുന്ന പ്രദേശമാണിത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പ്രദേശത്ത് പുലിയെ പിടികൂടുവാൻ വേണ്ടി ഈ കൂട് സ്ഥാപിച്ചത്. പുലി കൂട്ടിൽ കുടുങ്ങിയെങ്കിൽ മാത്രമേ ഈ പ്രദേശത്തുകാരുടെ ആശങ്കയ്ക്ക് അറുതി വരികയുള്ളൂ. മൈലള്ളാംപാറയിൽ നിന്നും KP ഷൈജുവിനൊപ്പം അനഘ റീജാഭരതൻ, അമൃത ന്യൂസ്, കോഴിക്കോട്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി കാസർഗോഡ് നീലേശ്വരത്ത് നടന്നുവരുന്ന എംബാങ്ക് നിർമ്മാണം ഒഴിവാക്കി സമഗ്രമായ ആകാശപാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സർക്കാരിന് അടിയന്തര റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു. പൊതുമരാമത്ത് വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ഉൾപ്പെടെ റിപ്പോർട്ട് നൽകി. നീലേശ്വരം നെടുങ്കണ്ട മുതൽ പോലീസ് സ്റ്റേഷൻ വരെ ആകാശപാത ആവശ്യപ്പെട്ട് കഴിഞ്ഞ 2 മാസമായി ജനകീയ സമരം നടന്നുവരികയാണ്. ദേശീയപാത വികസന ഭാഗമായി നീലേശ്വരം മാർക്കറ്റ് ജംഗ്ഷനിൽ നടത്തിവരുന്ന മണ്ണ് തിട്ടപ്പെടുത്തിയുള്ള എംബാങ്കഡ് നിർമ്മാണ രീതി ഒഴിവാക്കി ആകാശപാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി, റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി, ലാൻഡ് റവന്യൂ കമ്മീഷണർ എന്നിവർക്കാണ് ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ അടിയന്തര റിപ്പോർട്ട് സമർപ്പിച്ചത്. നീലേശ്വരം നഗരത്തെ 2ആയി വിഭജിക്കുന്ന ദേശീയപാത വികസനത്തിനെതിരെ ജനകീയ സമരങ്ങൾ ഉയർന്നുവന്ന സാഹചര്യത്തിൽ നഗരം നേരിടുന്ന ദുരിതങ്ങൾ സംബന്ധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി വിദഗ്ധ സമിതി ജില്ലാ കലക്ടർക്ക് സമർപ്പിച്ചിരുന്നു. നിലവിലെ രൂപരേഖ പ്രകാരം മാർക്കറ്റ് ജംഗ്ഷനിൽ വൻതോതിൽ മണ്ണ് നിറച്ചുള്ള നിർമ്മാണമാണ് പുരോഗമിക്കുന്നത്. ഇത് പൂർത്തിയായാൽ നീലേശ്വരം നഗരവികസനം, വ്യാപാര മേഖല എന്നിവയ്ക്ക് വലിയ തിരിച്ചടിയാകുമെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. നീലേശ്വരം ടൗൺ 2ആയിട്ട് വിഭജിക്കുകയും അപ്പോൾ അവിടെ ആക്ച്വലി സർവീസ് റോഡിന് തീരെ വീതിയില്ല. ഇപ്പോൾ ഫുള്ളായിട്ട് ട്രാഫിക് ഇഷ്യൂസ് വരുമെന്നാണ് പ്രധാനമായിട്ട് നമുക്ക് വന്നത്. മുനിസിപ്പൽ ഏരിയയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് അങ്ങനെ വരുമ്പോഴത്തേക്ക് നാച്ചുറലി ഒരു വലിയൊരു ട്രാഫിക് ബ്ലോക്ക്
ഉണ്ടാവും. ട്രാഫിക്കിൻ്റെ ഒരു വെഹിക്കിൾസിൻ്റെ നമ്പറിൻ്റെ വെച്ചിട്ട് ഒരുപാട് ട്രാഫിക് ഇഷ്യൂസ് കൂടുതലായിട്ട് പ്രധാനമായിട്ട് അവിടെ ഉണ്ടാവും. അതൊക്കെ കാണിച്ചുകൊണ്ടാണ് വിശദമായിട്ടുള്ളൊരു റിപ്പോർട്ട് നമ്മൾ കൊടുത്തത്. എന്തായാലും അവിടെ ഒരു ഫ്ലൈ ഓവർ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും എല്ലാവർക്കും നല്ലൊരു രീതിക്കാണ് വരാമെന്നുള്ള രീതിക്കാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ട് ഗവൺമെൻറ്റിലോട്ട് കൊടുത്തിട്ടുള്ളത്. ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ 60 ദിവസത്തിലധികമായി ജനകീയ സമരങ്ങൾ നീലേശ്വരത്ത് നടന്നു വരികയാണ്. എംബാങ്കഡ് നിർമ്മാണം പൂർണ്ണമായും ഒഴിവാക്കി തൂണുകളിൽ അധിഷ്ഠിതമായ ഫ്ലൈ ഓവർ നിർമ്മിക്കാൻ ദേശീയപാത അതോറിറ്റിക്ക് അടിയന്തര നിർദ്ദേശം നൽകണമെന്നത് കാസർഗോഡ് ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിലെ പ്രധാന ആവശ്യമാണ്. ദേശീയപാതയിൽ നീലേശ്വരം പുഴക്കു കുറുകെയുള്ള പാലം അപകടാവസ്ഥയിലെന്നും ജില്ലാ കലക്ടറുടെ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. കാലവർഷം തുടങ്ങാനിരിക്കെ പൊതുജനങ്ങളുടെ സുരക്ഷയും യാത്രാ സൗകര്യവും ഉറപ്പാക്കാൻ സർക്കാർ തലത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്നും റിപ്പോർട്ടിലൂടെ ആവശ്യപ്പെടുന്നു. അമൃത ന്യൂസ്, കാസർഗോഡ്. പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന്റെ ഭാഗമായുള്ള സ്കൂൾ ബസ്സുകളിലെ ഫിറ്റ്നസ് പരിശോധന ആലുവയിൽ ആരംഭിച്ചു. അവസാന 3 മാസത്തിനുള്ളിൽ ഫിറ്റ്നസ് പരിശോധനയ്ക്ക് ഹാജരാക്കിയ വാഹനങ്ങൾ വീണ്ടും പരിശോധന ആവശ്യമില്ല. ഏകദേശം 200ഓളം വാഹനങ്ങളാണ് ആദ്യ ദിവസം പരിശോധനയ്ക്ക് എത്തിയത്. ആലുവ താലൂക്കിന് കീഴിൽ വരുന്ന മുഴുവൻ സ്കൂളുകളിലെയും വാഹനങ്ങൾ ഫാക്ടിന്റെ ഉദ്യോഗമണ്ഡൽ ഗ്രൗണ്ടിൽ വെച്ചാണ് പരിശോധിച്ചത്. അവസാന 3 മാസത്തിനുള്ളിൽ ഫിറ്റ്നസ് പരിശോധനയ്ക്ക് ഹാജരാക്കിയ വാഹനങ്ങൾ വീണ്ടും പരിശോധനയ്ക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഏകദേശം 200ഓളം വാഹനങ്ങളാണ് ആദ്യ ദിനം പരിശോധനയ്ക്കായി എത്തിയത്. രാവിലെ 8:30 ആരംഭിച്ച പരിശോധനയിൽ പ്രധാനമായും വാഹനത്തിന്റെ ഫിറ്റ്നസും വാഹനങ്ങളിലെ ക്യാമറ, ഡ്രൈവർമാരുടെ ലൈസൻസ് എന്നിവയാണ് പരിശോധിച്ചത്. ഓക്കെ അല്ലാത്ത വണ്ടികൾക്ക് ഈ കാര്യക്ഷമത വീണ്ടും പരീക്ഷിച്ച് ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം വീണ്ടും നമ്മൾ വാഹനം നോക്കിയതിന് ശേഷം മാത്രമേ അതിൻ്റെ ഫിറ്റ്നസ് കിട്ടിയത് ഗവൺമെൻറ്റിൻ്റെ സ്റ്റിക്കർ വാഹനത്തിൻ്റെ ഫ്രണ്ട് ഗ്ലാസ്സിൽ പതിപ്പിച്ച വാഹനങ്ങൾ മാത്രമേ ഈ അധ്യയന വർഷം മുതൽ നമുക്ക് സർവീസ് നടത്താൻ കഴിയുകയുള്ളൂ. വിദ്യാഭ്യാസ ഓഫീസർക്കും ഈ താലൂക്കിലെ എല്ലാ സ്കൂളുകൾക്കും നമ്മൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജോയിന്റ് RTO അഫ്സൽ അലിയുടെ നേതൃത്വത്തിൽ 10ഓളം ഉദ്യോഗസ്ഥർ ഫിറ്റ്നസ് പരിശോധനയിൽ പങ്കെടുത്തു. സ്കൂൾ തുറക്കുന്ന ജൂൺ 1 മുതൽ റോഡുകളിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ കർശനമായ പരിശോധന ഉണ്ടാകും. നിയമലംഘനം നടത്തുന്ന വാഹനങ്ങൾക്കെതിരെ നടപടിയും സ്വീകരിക്കും. അമൃത ന്യൂസ്, കൊച്ചി. ജെൻസിയുടെ സ്വന്തം കോക്രോച്ച് പാർട്ടി, യുവാക്കൾക്കായി യുവാക്കളുടെ ഒരു രാഷ്ട്രീയ മുന്നണി എന്ന് സമൂഹ മാധ്യമ പേജിൽ സ്വയം വിശേഷിപ്പിച്ചിരിക്കുന്ന അതിവേഗം വികസിക്കുന്ന ഈ ടോൾ പാർട്ടിയുടെ ഭാവി എന്ത്? വനിതാ ജംഗ്ഷൻ ചർച്ച ചെയ്യും. നമസ്കാരം, വനിതാ ജംഗ്ഷനിലേക്ക് സ്വാഗതം. ജനാധിപത്യത്തിൽ പ്രതിഷേധങ്ങൾ പല വിധത്തിൽ പ്രകടമാകാറുണ്ട്. തെരുവുകളിലെ പ്രകടനമാകാം, അതുമല്ലെങ്കിൽ നിയമ പോരാട്ടമാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുമാകാം. കാലഘട്ടം മാറുന്നതിനനുസരിച്ച് പോരാട്ടങ്ങളും അവകാശങ്ങളും നേടിയെടുക്കുന്നതിന് സമരമുഖവും മാറുന്നു. പരമോന്നത നീതിപീഠത്തലവന്റെ കോക്രോച്ച് പരാമർശത്തിൽ കഴിഞ്ഞ ദിവസം മുതൽ നമ്മൾ കണ്ടയൊന്നാണ് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേരിൽ തുടങ്ങിയ ജെൻസിയുടെ ഡിജിറ്റൽ യുദ്ധം. ആ യുദ്ധം പടർന്ന് പന്തലിച്ചിരിക്കുന്നു. ജെൻസികളെ അങ്ങനെ പാടെ തള്ളിക്കളയേണ്ട. അധികാരികൾക്കെതിരെയുള്ള പാറ്റായുദ്ധം ഒരു മുന്നറിയിപ്പാണ്, താക്കീതാണ്. എന്താണ് കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJP-യെ ഭരണകൂടവും അധികാരികളും ഭയക്കുന്നത് എന്തുകൊണ്ട്? ഈ വിഷയമാണ് ഇന്ന് വനിതാ ജംഗ്ഷൻ പരിശോധിക്കുന്നത്. ശ്രീജ, സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരു പുതിയ ഡിജിറ്റൽ യുദ്ധത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, മെയ് 2026 മെയ് 15 നമ്മുടെ പരമോന്നത നീതിപീഠത്തലവനായ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് തുടങ്ങി വെച്ച ഒരു പരാമർശത്തിൽ തുടങ്ങുന്ന യുദ്ധമാണ് അങ്ങനെ ആളിപ്പടരുന്നത്. അതായത് പറഞ്ഞതിങ്ങനെയാണ്, അതായത് തൊഴിൽ രഹിതരായ യുവാക്കൾ പാറ്റകളെ പോലെ രാജ്യത്ത് പെരുകുന്നു എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. ആ പരാമർശം പിന്നീട് യുവാക്കൾ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. മെയ് 15 അദ്ദേഹം ഇത് ഒരു കേസ് പരിഗണിക്കവേ അത് പറയുന്നു. മെയ് 16 സോഷ്യൽ മീഡിയയിലടക്കം എക്സിലാണ് ആദ്യം പ്രത്യക്ഷപ്പെട്ടത്. CJP അല്ലെങ്കിൽ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേരിൽ എക്സ് പ്ലാറ്റ്ഫോമിൽ ഒരു പേജ് വരുന്നു. അത് പിന്നീട് അങ്ങോട്ട് തീ പടരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ള പരാമർശങ്ങൾ, അധിക്ഷേപ പരാമർശങ്ങൾക്കെതിരെ ജെൻസി തന്നെ മുന്നോട്ട് വരുന്നു. ഡിജിറ്റൽ യുദ്ധത്തെ എന്തുകൊണ്ടാണ് ഭരണകൂടം അല്ലെങ്കിൽ അധികാരികൾ ഇത്രയധികം ഭയക്കുന്നത് എന്നതാണ്. തീർച്ചയായും പേടിക്കണമല്ലോ അശ്വതി. കാരണം നമുക്കറിയാം, ജെൻസികൾ തുടങ്ങിവെച്ച പ്രക്ഷോഭങ്ങൾ അവർ തുടങ്ങി വെച്ചത് ഏഷ്യയിൽ നിന്ന് ലാറ്റിൻ അമേരിക്ക വരെ നമ്മളത് കണ്ടതാണ്, വർഷങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ആ പ്രക്ഷോഭങ്ങളൊക്കെ എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നുള്ളത് ലോകത്തൊന്നാകെ അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവരെ പേടിക്കേണ്ടിയിരിക്കുന്നു.
പ്രത്യേകിച്ച് ഇത്രയധികം ഫാൻ ഫോളോവേഴ്സ് ഇവർക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം മറ്റ് രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ പിന്തള്ളിയാണ് ഇവർ ഇപ്പോൾ മുൻപന്തിയിലെത്തി നിൽക്കുന്നത്. പലരും പറയും ജെൻസികൾക്ക് ഈ സമൂഹവുമായി ഒരു ബന്ധവുമില്ല, അവർ അവരുടെ ലോകത്താണ് എന്നുള്ളത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ പഴയ തലമുറയിലെ ആളുകൾ കാലങ്ങളായി ആർജിച്ച ഒരുപാട് തിരിച്ചറിവുകളിൽ നിന്ന് അനുഭവങ്ങളിൽ നിന്നൊക്കെ സമ്പാദിച്ച കാര്യങ്ങൾ ഡിജിറ്റൽ ലോകത്തിലൂടെ പെട്ടെന്ന് വിരൽത്തുമ്പിലേക്ക് എത്തുന്ന ആളുകളാണ് ജെൻസികളെന്ന് പറയുന്നത്. അവരെ ഒരിക്കലും നമുക്ക് തിരുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല. മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ ശശി തരൂർ, മഹുവ മൊയ്ത്ര, TMC പോലുള്ള ആളുകളൊക്കെ അവരൊക്കെ ഇവർക്ക് അനുകൂലമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതൊക്കെ ഇനി എങ്ങനെ ബാധിക്കും, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള വിപ്ലവമാണ് ഇവർ സൃഷ്ടിക്കാൻ പോവുക എന്നുള്ളതൊക്കെ സ്വാഭാവികമായും ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ്. ഈ CJPയുടെ പേജ് കണ്ടാൽ തന്നെ അറിയാം, നമ്മൾ അങ്ങനെ ജെൻസികൾ മാത്രമല്ല, ആ പേജ് ഫോളോ ചെയ്യുന്ന രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്, സമൂഹത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആളുകളുണ്ട്. IB റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഇത് സൂക്ഷിക്കണം, രാജ്യദ്രോഹമാണ്, പേടിക്കണം, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് IB റിപ്പോർട്ടിലൂടെ പറയുന്നത്. എങ്കിൽ പോലും ഇത് വളരെ അതീവ ഗൗരവമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്ന് തന്നെയാണ് എന്നതാണ് മനസ്സിലാക്കുന്നത്. കാരണം അത്തരത്തിലൊരു ആക്ഷേപം ഉന്നയിക്കുമ്പോൾ അത് ജെൻസി കുട്ടികൾ അല്ലെ ആ തലമുറ എങ്ങനെ ഏറ്റെടുക്കുന്നു എന്നതാണ് പ്രധാന ചോദ്യം. ശ്രീജ സൂചിപ്പിച്ച പോലെ തന്നെ പഴയ കാലത്ത് നമ്മൾ ടെലിവിഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ പത്രമായിരിക്കാം, പക്ഷെ അതിൽ നിന്നുമൊക്കെ മാറി ചിന്തിച്ച് ഇപ്പോൾ AIയുടെ കാലഘട്ടം വരെയായി. അപ്പോൾ വീണ്ടും ഡിജിറ്റലിലൂടെയാണ് അവർക്ക് പറയാനുള്ളത്. ജെൻസികൾ പറയുന്നത്, അവർ പറയുന്നത് ലിംഗഭേദമന്യേ, മതഭേദമന്യേ എല്ലാവർക്കും കടന്നു വരാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് CJP എന്നാണ് അവർ പറയുന്നത് പോലും. അപ്പോൾ അവരുടെ വിശാലമായ മനസ്സ്, അല്ലെങ്കിൽ അവരുടെ പുതിയ ലോകത്തിലേക്കുള്ള കാഴ്ചപ്പാട് തന്നെ അതിൽ തുറന്നു കാട്ടപ്പെടുകയാണ്. തീർച്ചയായിട്ടും. പക്ഷേ മറുവശത്ത് ചില വാദങ്ങൾ കൂടി വരുന്നുണ്ട്. അതായത് ജെൻസികളെ മുൻനിർത്തിക്കൊണ്ട് ഇത് കേന്ദ്രത്തിനെതിരെ മറ്റ് ചിലർ അണിയൊരുക്കുന്ന ഒരു യുദ്ധമുഖമാണ് എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളും ഉയരുന്നുണ്ട്. കാരണം ഇതിൻ്റെ അണികളിൽ ഒരാളായിട്ടുള്ള അതായത് തുടങ്ങി വെച്ച ആളെന്ന് പറയുന്നത് AAPയുടെ സാങ്കേതികവിദ്യ കൈകാര്യം ചെയ്തിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ പറയുന്നത് ഇത് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു അറ്റാക്കാണ് കേന്ദ്രത്തിന് നേരെ. എന്തായാലും ഇതെങ്ങനെ മുന്നോട്ട് പോകും, അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ കേന്ദ്രവും പേടിക്കുന്നത്. പക്ഷേ തെറ്റുകൾക്ക് നേരെ വിരൽ ചൂണ്ടാൻ പുതിയ സമൂഹം അല്ലെങ്കിൽ പുതുതലമുറ തയ്യാറാകുമ്പോൾ സ്വാഭാവികമായും അതൊരു തെറ്റിരുത്തൽ പ്രക്രിയയിലൂടെ പോകാൻ കേന്ദ്രത്തിന് അല്ലെങ്കിൽ ഭരണകൂടത്തിന് ഒരു മുതൽക്കൂട്ടാകും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ചീഫ് ജസ്റ്റിസിന് അത്തരത്തിൽ പറയാമോ എന്നുള്ള കാര്യമൊക്കെ ചൂണ്ടിക്കാണിക്കപ്പെടേണ്ടതാണ്. കാരണം മനുഷ്യനെ മനുഷ്യനല്ലാതെ ആക്കുന്ന ഒരു തരത്തിലാണ്, അതായത് പാറ്റകളോട് ഉപമിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രാണികളോട് ഉപമിക്കുക എന്ന് പറയുന്നത് അത്ര ഉചിതമാണോ എന്നുള്ള ഞാൻ ഉദ്ദേശിച്ചത് എല്ലാവരെയും അല്ല. അതായത് ചില ആളുകൾ സിസ്റ്റത്തിനെതിരെ പ്രവർത്തിക്കുന്നു, കരുതിക്കൂട്ടി പ്രവർത്തിക്കുന്നു, അത്തരം ആളുകളെയാണ് താൻ ഉദ്ദേശിച്ചതെന്ന് ചീഫ് ജസ്റ്റിസിന് വ്യക്തമാക്കേണ്ടി വരികയും ചെയ്തു. അങ്ങനെയുണ്ട്. അതെ, ഈ ആക്ഷേപഹാസ്യ കൂട്ടായ്മയാണ് ഈ CJP എന്ന് പറയുന്നത്. എന്തായാലും അത് യുവത്വം എന്തായാലും ഏറ്റെടുത്തിട്ടുണ്ട്. അത് സ്ത്രീയെന്നില്ല, പുരുഷനെന്നില്ല, ജാതിയെന്നില്ല, മതമെന്നില്ല, ഭാഷയെന്നില്ല, അങ്ങനെ ഏറ്റെടുത്ത് കഴിഞ്ഞു എന്നത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതായത് മെയ് 15 ഈ പരാമർശം വരുന്നു, 16 അവർ X പ്ലാറ്റ്ഫോമിൽ ആ ഒരു പേജ് ഉണ്ടാക്കുന്നു. ആ ഒരു 3 ദിവസം എടുത്താൽ തന്നെ അറിയാം 4 മില്യൺ ഫോളോവേഴ്സാണ്. പക്ഷെ അവർ ഈ പറയുന്നുണ്ട്, ഈ 5 പ്രകടന പത്രികകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ശ്രീജ, അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് താനും. അതായത് ഒന്നാമത് പറയുന്നത് ഈ ജഡ്ജിമാർക്ക് വിരമിക്കലിന് ശേഷം കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ, റിട്ടയർമെൻറ്റ് ആനുകൂല്യങ്ങളൊന്നും ഉണ്ടാവരുത്. അതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് 50% സംവരണം വേണം. അങ്ങനെ ഒരുപാട് വോട്ടവകാശം സംരക്ഷിക്കുക, അങ്ങനെ നീളുന്നുണ്ട് അവരുടെ പത്രികയിലെ കാര്യങ്ങൾ. തീർച്ചയായും ഒരു പരിഹാസ രൂപേണ ആക്ഷേപഹാസ്യ രൂപത്തിൽ തുടങ്ങിയൊരു സംരംഭം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ അതിപ്പോൾ മാറിയപ്പോൾ അവർ പുതിയ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് തുടങ്ങിയിരിക്കുന്നു. അതിൽ ഏറ്റവും പുതിയതായി നമ്മൾ പറയേണ്ടത് നീറ്റ് വിഷയത്തിൽ അവർ ഇടപെടുന്നു എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ കേന്ദ്രം ഇടപെട്ടതോടുകൂടിയാണ് ഇപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുകയാണ്. അങ്ങനെ യുവാക്കളുടെ പ്രശ്നങ്ങൾ, സ്ത്രീകളുടെ പ്രശ്നങ്ങളൊക്കെ അവർ ഏറ്റെടുക്കുന്നു. അപ്പോൾ ജെൻസികൾ പുതുതലമുറയിലെ പ്രശ്നങ്ങളിലേക്ക് വരുമ്പോൾ അത് തീർച്ചയായും നമുക്ക് നല്ലൊരു സൂചനയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഡിജിറ്റൽ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു പത്രത്തിനേക്കാളും മാധ്യമങ്ങളെക്കാട്ടിലും ഒക്കെ വേഗത്തിൽ എല്ലാവരിലേക്കും സന്ദേശങ്ങളോ അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ എത്തുന്നു എന്നതല്ലേ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? തീർച്ചയായിട്ടും. റീൽസിലും ടിക്ടോക്കുകളിലൊക്കെ ആയിട്ട് ആളുകൾ പോസ്റ്റുകളിലൂടെ പെട്ടെന്നെല്ലാം ഷെയർ ചെയ്യപ്പെടുകയാണ്. ഒറ്റ ക്ലിക്ക് കൊണ്ട് ഒരുപാട് ആളുകളിലേക്ക് പല കാര്യങ്ങൾ ഇങ്ങനെ എത്തുകയാണ്. അത് തന്നെയാണ് അവർ ആയുധമാക്കുന്നത്. ഈ വേഗത തന്നെയാണ് ഇവരുടെ ഒരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതവർ യൂസ് ചെയ്യുന്നു. അത് നല്ലതിനും ചീത്തയ്ക്കും ഉപയോഗിക്കാം. ഒരു ചീത്ത വശത്തിലേക്ക് പോകുമ്പോഴാണ് അത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. നേപ്പാളിൽ നമ്മൾ കണ്ടതാണ്, സോഷ്യൽ മീഡിയയ്ക്ക് നിരോധനം ഏർപ്പെടുത്തപ്പോൾ തുടങ്ങിയൊരു യുദ്ധമാണ്. അത്
ഈ സമൂഹത്തിൽ നടക്കുന്നത് പുറം ലോകം അറിയുന്നില്ല, അറിയണ്ട എന്ന് കരുതിയിട്ടായിരിക്കുമല്ലോ ഈ ഇൻ്റർനെറ്റ് വിലക്കുകയും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വിലക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും മനുഷ്യരിലേക്ക് എത്തുന്നത്. ഇപ്പോൾ നമ്മളാണെങ്കിൽ പോലും നമ്മൾ എപ്പോഴും ഫോൺ യൂസ് ചെയ്യുന്ന ഒരാളാണ്. ചിലപ്പോൾ പത്രം വായിക്കാനൊന്നുണ്ടാവില്ല. ഒരു പക്ഷത്തെ ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ എനിക്ക് തോന്നുന്നില്ല പത്രം വായിക്കുന്നവരുണ്ടാവില്ല, TV വെച്ച് മാധ്യമങ്ങളിലൂടെ കാര്യങ്ങൾ അറിയുന്നവരുണ്ടാവില്ല. പക്ഷേ അവരുടെ കയ്യിൽ എപ്പോഴും ഫോൺ ഉണ്ടാവും. അപ്പോൾ ആ ഡിജിറ്റൽ യുഗത്തിലാണ് ഈ ജെൻസി കുട്ടികളടക്കം ഇപ്പോൾ ജീവിക്കുന്നത്. കാരണം പുറം ലോകത്തെ കാര്യങ്ങൾ അവർ കൂടുതൽ അറിയുന്നത് ഈ ഡിജിറ്റൽ മേഖലയിൽ നിന്നും തന്നെയാണ്. അപ്പോൾ അതിനെയൊക്കെ ഭയന്നുകൊണ്ടാണ് ഇപ്പോൾ ശ്രീജ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ ഇതിനെയൊക്കെ വിലക്ക് ഏർപ്പെടുത്തുന്നതും അതിനെ നിരോധിക്കുന്നതും ഒക്കെ. പക്ഷെ ആ നിരോധനമൊക്കെ എത്ര കാലം ഉണ്ടാകും? ഇതല്ലെങ്കിൽ മറ്റൊന്ന് അവർ തുടങ്ങിക്കൊണ്ടേയിരിക്കും. തീർച്ചയായിട്ടും അതല്ലേ പറയുന്നത്. ഈ പറയുന്ന പോലെ ഡിജിറ്റൽ അല്ലേ, നമ്മൾ ഈ പറയുന്ന പോലെ സമരമുഖത്തേക്ക് അവർ അല്ലാതെ പുറത്തേക്ക് ഇറങ്ങുന്നില്ല. കാരണം ഇവർക്ക് കൊടിയില്ല, ഇവർക്കൊരു നേതാവില്ല, ഇവരുടെ യുദ്ധം മൊത്തവും ഡിജിറ്റലിലൂടെയാണ്. ആ ഒരു ലോകത്തിലൂടെ അവർ ഒരുപാട് ആളുകളിലേക്ക് ഒരേ സമയം സംവദിക്കുന്നു എന്നുള്ളതാണ്. അത് അത്ര പെട്ടെന്ന് അടിച്ചമർത്താൻ ആർക്കും സാധിക്കില്ല. അതാണ് അവരുടെ ഒരു ശക്തി എന്ന് പറയുന്നത്. അവരുടെ ടാഗ് ലൈൻ ഒരുപക്ഷെ ശ്രീജ ശ്രദ്ധിച്ചു കാണും. അതായത് മടിയന്മാരുടെയും തൊഴിൽ രഹിതരുടെയും ശബ്ദം എന്ന ടാഗ് ലൈനോടെയാണ് ഈ പ്ലാറ്റ്ഫോം തന്നെ രൂപപ്പെടുന്നത്. അതിൽ എല്ലാമുണ്ട്. തീർച്ചയായും ഈ ടാഗ് ലൈൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ പലപ്പോഴും ഈ പ്രക്ഷോഭങ്ങൾ ഡിജിറ്റൽ ലോകത്തേക്ക് എത്തുന്നത് ടാഗ് ലൈനിലൂടെയാണ്. നമുക്കറിയാം നിർഭയ കേസടക്കം അന്ന് തുടങ്ങിയപ്പോൾ നമ്മൾ കണ്ടതാണ്. അതിൻ്റെയൊക്കെ പിന്നിൽ ജെൻസികളാണ്. പല പല ആളുകൾ ഇതിലൂടെ പ്രതികരണം അറിയിക്കുന്നു. പല പല വിഷയങ്ങളിൽ ഡയറക്റ്റായിട്ട് ഒരുപാട് ആളുകൾ അതിൽ ഇൻവോൾവ് ആകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. എന്തായാലും ഈ ജെൻസികളെ കരുതിയിരിക്കുക, കാരണം അവർ കരുത്തരാണ്. അല്ലേ, ഈ ജെൻസികൾ തുടങ്ങി വെച്ച പ്രക്ഷോഭങ്ങളൊന്നും ഫലം കാണാതെ പോയിട്ടില്ല. അത് വിജയം കണ്ട ചരിത്രമേ നമുക്കുള്ളൂ. തീർച്ചയായും ജെൻസി തലമുറ വളരെയധികം ബന്ധങ്ങളുള്ളവരും ആഗോള സ്വഭാവമുള്ളവരുമാണ്. വേഗതയാണ് അവരുടെ മുതൽക്കൂട്ടം. അവർ നമ്മുടെ സാമ്പത്തിക രംഗത്ത് ശക്തമായ സ്വാധീനം ചെലുത്തുന്ന തലമുറയാണ്. സാമൂഹിക പരിചയമില്ലാത്തവരാണ് എന്ന് പറഞ്ഞവരെ തള്ളിക്കളയരുത്. അതിൻ്റെ പ്രത്യാഘാതം വലുതാണെന്ന് ഇതിനകം പലതവണ അവർ ലോകത്തിന് കാട്ടിക്കൊടുത്തതാണ്. അവരുടെ ഡിജിറ്റൽ പ്രാവീണ്യവും പുതിയ അഭിരുചികളും ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയിലും സാമൂഹിക മാറ്റങ്ങളിലും പുതിയ ദിശാബോധം നൽകും. അവരുടെ ഇത്തരം കഴിവുകൾ നമുക്ക് രാഷ്ട്ര നിർമ്മാണത്തിന് മുതൽക്കൂട്ടാക്കാൻ പരിശ്രമിക്കാം. ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് വിപണിയെ വിലയിരുത്തുകയാണ്. ദിലീപ് പറയുന്നത് എന്താണെന്ന് നോക്കാം. വളരെ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾ കണ്ട ആഴ്ചയായിരുന്നു കടന്നുപോയത്. എങ്കിലും ഒരു നേരിയ നിലവാരത്തിലായിരുന്നു വ്യാപാരം നടന്നിരുന്നത്. 23,300, 23,800 എന്ന നിലവാരത്തിലാണ് മുൻനിര സൂചികയായി നിഫ്റ്റിയിൽ വ്യാപാരം നടന്നത്. ഇതിന് തൊട്ട് മുൻപിലെ ആഴ്ചയിൽ 2.2% നഷ്ടമായിരുന്നു വിപണിയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരാഴ്ച 0.35% നേട്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഇത് മാത്രമല്ല, മുൻ ആഴ്ചയിലുണ്ടായ താഴ്ന്ന നിലവാരത്തിനടുത്ത് വിപണി എത്തിയെങ്കിൽ കൂടിയും ആ ഒരു നിലവാരത്തിൽ ഒരു പ്രതിരോധം സൃഷ്ടിക്കാൻ കഴിഞ്ഞ് അവിടെ നിന്ന് തിരിച്ചു കയറി എന്നുള്ളത് സാങ്കേതികമായി വരുന്ന ആഴ്ചയിലും വരും ദിവസങ്ങളിലും വിപണിയിൽ നിക്ഷേപ താല്പര്യം തുറന്നേക്കും എന്നുള്ളതിനൊരു പ്രതീക്ഷ ഉണ്ടാക്കിയിട്ടുണ്ട്. ക്രൂഡ് ഓയിൽ വിലയിൽ തുടരുന്ന വർധനവ് $100 മുകളിൽ നിലനിന്ന് വ്യാപാരം നടക്കുന്നതും രൂപയുടെ മൂല്യം നിരന്തരമായി താഴ്ന്ന് ഇരിക്കുന്നതും വിപണിയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ഇതിനോടൊക്കെ ഒപ്പം വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ തുടരുന്ന വിൽപ്പനയും വിപണിയുടെ മുന്നോട്ടുള്ള നീക്കത്തിൽ ഒരു പ്രതിരോധം സൃഷ്ടിക്കുന്നുണ്ട്. 96.35 എന്ന നിലവാരത്തിലേക്ക് രൂപയുടെ മൂല്യം ഇടിയുന്ന സാഹചര്യമുണ്ടായി. വരുന്ന ആഴ്ചയിലും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകൾ തന്നെയായിരിക്കും വിപണിയുടെ മുന്നോട്ടുള്ള നീക്കത്തിലേറെ നിർണായകമാവുക. എന്നാൽ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ തുടർച്ചയായി വിപണിയിൽ അനുകൂലമായി ഇടപെടുന്നുണ്ടെങ്കിൽ കൂടിയും ഈ ഒരു ചെറുകിട നിക്ഷേപകരും പല ദിവസങ്ങളിലും വിൽപ്പനയിലേക്ക് നീങ്ങുന്നതുകൊണ്ട് തന്നെ ആ ഒരു വീഴ്ചയെ പ്രതിരോധിക്കാനാവുന്നുമില്ല. എന്തായാലും വരുന്ന ആഴ്ചയിലും വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ പ്രതീക്ഷിക്കണം. 23,800 എന്ന നിലവാരത്തിന് മുകളിൽ നിലനിന്ന് വ്യാപാരം തുടരുകയും 24,000 ഭേദിച്ച് വ്യാപാരം നടക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ വിപണിയിൽ ഇനി ഏതെങ്കിലും തരത്തിലൊരു തുടർച്ചയായ അല്ലെങ്കിൽ ഒരു സ്ഥായിയായ മുന്നേറ്റം പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങളും വിപണിയിൽ പ്രതീക്ഷിക്കാം. ഒപ്പം തന്നെ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകളും വിപണിയുടെ നീക്കത്തിൽ നിർണായകം തന്നെയായിരിക്കും. അന്താരാഷ്ട്ര അക്കാദമിക് മികവും ഉന്നതതല ഗവേഷണങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പായി അമൃത വിശ്വവിദ്യാപീഠം. ആഗോള അക്കാദമിക് സഹകരണത്തിനും ഗവേഷണത്തിനും നവീകരണത്തിനുമായി ഒമാനിലെ UTASഉം അമൃത വിശ്വവിദ്യാപീഠവും ധാരണയായി. UTASലെ ഉന്നതതല പ്രതിനിധി സംഘത്തിന്റെ സന്ദർശനത്തിലാണ് ഇതു സംബന്ധിച്ച ധാരണാപത്രം ഒപ്പുവച്ചത്.
അന്താരാഷ്ട്ര അക്കാദമിക് മികവും ഉന്നതതല ഗവേഷണങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് ഒമാനിലെ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി ആൻഡ് അപ്ലൈഡ് സയൻസുമായി ചേർന്ന് അമൃത വിശ്വവിദ്യാപീഠം കൈക്കൊണ്ടത്. ഒമാനിലെ UTAS-ഉമായി അമൃത വിശ്വവിദ്യാപീഠം സഹകരിച്ച് പ്രവർത്തിക്കാൻ ധാരണയായി. അമൃത വിശ്വവിദ്യാപീഠം പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ മനീഷ വി രമേശ്, UTAS മുസന്തം വൈസ് ചാൻസലർ ഡോക്ടർ സയ്യിദ് ബിൻ ഹമദ് ബിൻ സയ്യിദ് അൽ റുബൈ എന്നിവരാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. എഞ്ചിനീയറിംഗ്, സാങ്കേതികവിദ്യ, അപ്ലൈഡ് സയൻസ് എന്നീ മേഖലകളിൽ സംയുക്ത ഗവേഷണ സംരംഭങ്ങൾ, അക്കാദമിക് മൊബിലിറ്റി, പ്രത്യേക പാഠ്യപദ്ധതി രൂപകൽപ്പന എന്നിവയിലാണ് പ്രധാനമായും സഹകരിക്കുക. ആശയങ്ങളെ പ്രായോഗിക പരിഹാരങ്ങളാക്കി മാറ്റാൻ കഴിയുന്ന ഒരു ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യമെന്ന് സർവകലാശാല അധികൃതർ അറിയിച്ചു. UTAS മുസന്തം അസിസ്റ്റന്റ് വൈസ് ചാൻസലർ ഡോക്ടർ അഹമ്മദ് ബിൻ സയ്യിദ് ബിൻ അഹമ്മദ് അൽ ഷഹ്രി, റിസർച്ച് ആൻഡ് കൺസൾട്ടൻസി വകുപ്പ് മേധാവി ഡോക്ടർ കൃഷ്ണപ്രിയ ഗോഡ്വിനാനന്ദ്, വൈസ് ചാൻസലർ ഓഫീസ് ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് ബിൻ മുബാറക് ബിൻ മുഹമ്മദ് അൽ അറാമി, ഫോളോ അപ്പ് സെഷൻ മേധാവി ഫരീദ് ബിൻ മുഹമ്മദ് ബിൻ അബ്ദുള്ള അൽ ജലന്താനി എന്നിവരാണ് ഉന്നതതല പ്രതിനിധി സംഘത്തിൽ ഉണ്ടായത്. വിദ്യാർത്ഥികൾക്ക് ലോകോത്തര അക്കാദമിക് ജ്ഞാനം നേടുന്നതിനൊപ്പം അവരുടെ കഴിവുകൾ സമൂഹത്തിന്റെ നന്മയ്ക്കായി വിനിയോഗിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കുന്നതിൽ അമൃത സ്വീകരിക്കുന്ന സമീപനം ശ്രദ്ധേയമാണെന്ന് UTAS പ്രതിനിധി സംഘം അഭിപ്രായപ്പെട്ടു. എഡ്യൂക്കേഷൻ ഫോർ ലൈഫ്, എഡ്യൂക്കേഷൻ ഫോർ ലിവിംഗ് എന്ന അമ്മയുടെ ദർശനത്തോടുള്ള ആദരം സംഘം രേഖപ്പെടുത്തി. സന്ദർശനത്തിന്റെ ഭാഗമായി പ്രതിനിധി സംഘം അമൃതയുടെ കോയമ്പത്തൂർ, അമൃതപുരി ക്യാമ്പസുകളും അമൃത മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയും സന്ദർശിച്ചു. ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന ലാൻഡ് സ്ലൈഡ് ലാബ്, ഫ്ലെക്സിബിൾ ഇലക്ട്രോണിക്സ് ലാബ്, അമ്മച്ചി ലാബ്സ്, ബയോടെക്നോളജി ലാബ്സ്, എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് ഗവേഷണ ലാബുകൾ തുടങ്ങി അമൃതയുടെ അത്യാധുനിക സൗകര്യങ്ങളും വിലയിരുത്തിയ ശേഷമാണ് സംഘം മടങ്ങിയത്. അമൃത ന്യൂസ്, കൊല്ലം. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം ഓസ്കാർ ജേതാവ് റസൂൽ പുക്കുട്ടി രാജിവെച്ചു. സംസ്ഥാനത്ത് സർക്കാർ മാറിയ പശ്ചാത്തലത്തിലാണ് രാജി. ചെയർമാൻ സ്ഥാനത്തേക്ക് പല പേരുകളാണ് പരിഗണിക്കപ്പെടുന്നത്. ജഗദീഷ്, സലിംകുമാർ, ദീപു കരുണാകരൻ എന്നിവരുടെ പേരുകളാണ് സജീവ ചർച്ചയിലുള്ളത്. ചലച്ചിത്ര ക്ഷേമനിധി ബോർഡ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മധുപാൽ നേരത്തെ രാജിവെച്ചിരുന്നു. KSFDCയുടെ ചെയർമാനായി K മധു തുടരുകയാണ്. ഫിറ്റ്നസ് സെന്റർ പരിശീലകയിൽ നിന്നും പഞ്ചഗുസ്തി താരത്തിലേക്ക് ചുവടുമാറി നാടിന് അഭിമാനമായ താരത്തെ പരിചയപ്പെടാമെന്ന്. ലോക മാസ്റ്റേഴ്സ് പഞ്ചഗുസ്തി സൂപ്പർ സീനിയർ 60 കിലോ വിഭാഗത്തിൽ ഇന്ത്യയ്ക്കായി ഇരട്ട വെള്ളി മെഡലാണ് ഫറോക്ക് കരുവൻതുരുത്തി സ്വദേശിനി അഷിത അഭിജിത്ത് നേടിയെടുത്തത്. വലതുകൈക്കേറ്റ പരുക്കുമായാണ് അഷിത അഭിജിത്ത് ഗോവയിലെ വേൾഡ് മാസ്റ്റേഴ്സ് പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിന് ഇറങ്ങിയത്. ലക്ഷദ്വീപുകാരിയായ എതിരാളിക്ക് മുന്നിൽ തന്റെ പരിക്കിനെ മറന്നും അവസാന നിമിഷം വരെ പിടിച്ചുനിന്നെങ്കിലും മനസ്സിനൊപ്പം ശക്തി പകരാൻ പരിക്കേറ്റ കൈകൾക്കായില്ല. ഒടുവിൽ സ്വർണം കൈവിട്ട് വെള്ളി മെഡൽ ജേതാവായി മടക്കം. ലോക മാസ്റ്റേഴ്സ് പവർ ഗെയിംസിൽ പഞ്ചഗുസ്തി സൂപ്പർ സീനിയർ 60 കിലോ വിഭാഗത്തിൽ ഇന്ത്യയ്ക്കായി ഇടം വലം കൈ ഇനത്തിൽ ഇരട്ട വെള്ളി മെഡലാണ് ഫറൂഖ് കരുവൻതുരുത്തി സ്വദേശിനി അഷിത അഭിജിത്ത് നേടിയെടുത്തത്. ഞാൻ ഈ ഒരു കരിയറിലേക്ക് കയറുമ്പോൾ അവളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഒന്നിനും പറ്റില്ല എന്ന് പറഞ്ഞ ആളുകളെ കൊണ്ട് തിരുത്തി പറയിപ്പിക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ എനിക്കിപ്പോൾ ഇവിടെ എത്തി നിൽക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞാനതിൽ അഭിമാനിക്കുന്നു. ഒരു ലോക ചാമ്പ്യൻ ആവാൻ പറ്റി എന്ന നിലയിൽ ഞാനിപ്പോൾ വളരെയധികം സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു. 2 കുഞ്ഞുങ്ങളുമായി അവരുടെ ലോകത്തേക്ക് ഒതുങ്ങിക്കൂടിയ അഷിത മകൾക്കൊപ്പം സിനിമാറ്റിക് ഡാൻസ് പരിശീലനത്തിന് ഇറങ്ങിയതാണ് തുടക്കം. പിന്നീട് ഭർത്താവ് അഭിജിത്തിന്റെ പിന്തുണയോടെ ഡാൻസ് ഫിറ്റ്നസ് സ്റ്റുഡിയോ തന്നെ ആരംഭിച്ചു. ഇതിനിടെയാണ് പഞ്ചഗുസ്തിയിൽ ഒരു കൈ നോക്കിയത്. ജില്ലാ തലത്തിൽ ഗോൾഡ് നേടി സംസ്ഥാനത്തും മാറ്റുരച്ചു. ഒടുവിൽ ദേശീയ തലത്തിലും വിജയിയായി. ദേശീയ തലത്തിൽ ഇനി വരാനിരിക്കുന്ന മത്സരത്തിൽ തന്റെ വെള്ളി മെഡൽ സ്വർണമാക്കുകയെന്ന ലക്ഷ്യമാണ് അഷിതയ്ക്കുള്ളത്. ഇന്നും സ്വപ്നങ്ങൾ കാണാൻ മറന്നുപോയ ഒട്ടനവധി സ്ത്രീകൾക്ക് മാതൃകയാവുകയാണ് അഷിത. ലോക മാസ്റ്റേഴ്സ് പഞ്ചഗുസ്തി മത്സരത്തിൽ ഇന്ത്യക്ക് വേണ്ടി വെള്ളി മെഡലാണ് അഷിത നേടിയിരിക്കുന്നത്. ഒട്ടനവധി സ്ത്രീകൾ ഈ രംഗത്തേക്ക് വരണമെന്നാണ് അഷിത ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ സജി തറയിലിനൊപ്പം രേഷ്മ സുരേന്ദ്രൻ, അമൃത ന്യൂസ്, കോഴിക്കോട്. IPL റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ 55 റൺസിന് തകർത്ത് സൺറൈസേഴ്സ് ഹൈദരാബാദ്. 256 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന RCBക്ക് 20 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 200 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ഹൈദരാബാദിനായി ഇഷാൻ കിഷനും ഹെൻറിച്ച് കാഷനും
അഭിഷേക് ശർമ്മയും അർദ്ധ സെഞ്ചുറി നേടി. മത്സരത്തിൽ തോൽവി വഴങ്ങിയെങ്കിലും നിലവിലെ ചാമ്പ്യന്മാരായ RCB തന്നെയാണ് പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനത്ത്. ഗുജറാത്ത് ടൈറ്റൻസ് 2-ഉം സൺറൈസേഴ്സ് ഹൈദരാബാദ് 3-ഉം സ്ഥാനങ്ങളിൽ തുടരും. IPL-ൽ ഇന്ന് ലക്നൗ സൂപ്പർ ജയൻസ് പഞ്ചാബ് കിങ്സിനെ നേരിടും. രാത്രി 7:30 മുതൽ ലക്നൌവിലാണ് മത്സരം. 13 മത്സരങ്ങളിൽ നിന്നും 13 പോയിന്റുള്ള പഞ്ചാബ് പട്ടികയിൽ 5-ാം സ്ഥാനത്താണ്. പ്ലേ ഓഫിലേക്ക് കടക്കണമെങ്കിൽ ഇന്ന് ജയം അനിവാര്യമാണ്. അതേസമയം ലക്നൌ നേരത്തെ തന്നെ ടൂർണമെന്റിൽ നിന്നും പുറത്തായിരുന്നു. ഗുഡ് മോർണിംഗ് കേരളം പൂർത്തിയാവുകയാണ്. ഏറെ വാർത്തകളുള്ള ഒരു ദിവസമാണ്. കൂടുതൽ വാർത്തകളൊക്കെ കാണാം. ഞങ്ങളുടെ YouTube ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.